ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നെപ്പോലെ ചെറിയ കുട്ടികളുടെ അമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു വൈറ്റ് കോട്ടൻ്റെ ക്ലോത്താണ്. കോട്ടൺ ആണല്ലോ കുട്ടികൾക്ക് ഏറ്റവും നല്ലത്. നമ്മൾ നൈറ്റൊക്കെ അല്ലേ ഇത് യൂസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ കോട്ടൺ അല്ലേ നല്ലത്. പിന്നെ യൂറിൻ പിടിച്ച് വെക്കണമെങ്കിലൊക്കെ കോട്ടൺ ബെസ്റ്റ് അല്ലേ. പിന്നെ ഞാൻ എടുക്കുന്നത് ഈ പാഡ് എനിക്ക് ക്ലോത്ത് ഡയപ്പറൊക്കെ വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. 2 ഡയപ്പർ വാങ്ങിയപ്പോൾ ഒരു 4-5 പാഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ക്ലോത്ത് ഡയപ്പറൊക്കെ യൂസ് ചെയ്തവർക്ക് അറിയുണ്ടാവും. ഇത് ഞാൻ ആ ക്ലോത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്താട്ടോ വെച്ച് കൊടുക്കുന്നത്. ഒരു സൈഡ് ഭാഗത്ത് വെച്ചിട്ട് ഞാൻ ഈ ക്ലോത്ത് നല്ലതുപോലെ ഫോൾഡ് ചെയ്യുക കേട്ടോ. ആ പാഡിനനുസരിച്ച് ആ ഒരു വീതിയിലാണ് ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഈ ഡയപ്പറൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നത് നമുക്ക് കുട്ടികൾക്ക് ഇറിറ്റേഷന് കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ഈ കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പുറത്തുനിന്ന് വാങ്ങുന്ന ക്ലോത്ത് ഡയപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു പേഴ്സണലി അഭിപ്രായം മോൻ്റെ യൂറിനൊക്കെ പുറത്തേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഒരൊറ്റ ദിവസം പോലും എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇനി ഞാൻ എടുക്കുന്നത് നമ്മൾ പമ്പേഴ്സിൻ്റെ പുറത്തുള്ള ലെയറില്ലേ, അതാണ്. ഈ ലെയർ ഉപയോഗിച്ചതിന് ശേഷം നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഒരുപാട് തവണ യൂസ് ചെയ്യേ. അപ്പോൾ ഇതുപോലൊരു ഡയപ്പറാണ് നമ്മൾ വാങ്ങുമ്പോൾ. ഈ പമ്പേഴ്സ് ഇതുപോലെ തന്നെ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിന് നമ്മൾ നല്ലതുപോലെ അതിൻ്റെ കോട്ടൺ ഭാഗം നല്ലതുപോലെ ഇങ്ങനെ ഒഴിവാക്കുക, കൈ കൊണ്ട് നല്ലതുപോലെ ഒഴിവാക്കുക. അങ്ങനെ ലെയർ ഭാഗത്തിനൊന്നും പറ്റാതെ കോട്ടൺ ഭാഗം മാത്രം ഒഴിവാക്കുക. അങ്ങനെ എടുത്തതാട്ടോ. എന്നിട്ട് നമുക്ക് സാധാ ക്ലോത്തൊക്കെ വാഷ് ചെയ്യുമ്പോൾ, ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെയാണ് ഈ ലെയർ എനിക്ക് കിട്ടിയത്. ഇങ്ങനെ ഞാൻ എല്ലാ പമ്പേഴ്സും ഒഴിവാക്കാതെ ഇങ്ങനെ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് എത്ര പേർക്കറിയാം? അറിയാത്തവർ താഴ്ന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണേ.